ഹായ്, അങ്ങനെ കേടിത്തള്ളയ്ക്ക് നല്ല തിരിച്ചടിയായിട്ട് കോടതി കൊടുത്തിട്ടുണ്ട്. ശിരോവസ്ത്ര വിലക്കില് മുസ്ലിം കുട്ടികൾ ഹിന്ദു കുട്ടികൾ എന്ന് വേർതിരിച്ച് പരാമർശം നടത്തിയ അഭിഭാഷകയ്ക്ക് ഹൈക്കോടതിയുടെ താക്കീത്. സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ഉള്ളൂ എന്നും ജസ്റ്റിസ് വി ജി അരുൺ. എവിടെ ചെന്നാലും തള്ളയ്ക്ക് നാണക്കേടേ ഉള്ളൂ. എനിക്കെതിരെ കൊണ്ടുപോയി അടൂർ കോടതിയിൽ ഒരു കേസ് കൊടുത്തു. 26ഓളം കുട്ടികൾക്ക് ശമ്പളം കൊടുക്കാത്ത ഒരു സംരംഭകയെ പോയി തൂക്കിപ്പിടിച്ച് തലയിൽ വെച്ചുകൊണ്ട് എനിക്കെതിരെ അങ്ങോട്ട് യുദ്ധത്തിന് ഇറങ്ങിയത്. കോടതി എടുത്ത് ദൂരെ കളഞ്ഞു. അവരൊരു ഓൺലൈൻ ജേർണലിസ്റ്റാണ്. എടുത്തോണ്ട് പോയി നിന്റെ സൂന. 26 കുട്ടികൾക്കല്ല 28 പിള്ളേർക്ക് അവരുടെ മൊബൈലും തിരിച്ചു കൊടുത്ത് അവരുടെ ശമ്പളവും മര്യാദയ്ക്ക് തിരിച്ചു കൊടുന്നു കോടതി വിധി. ഞൊണ്ണ എവിടെ പോയാലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഫ്ലോപ്പാണ്. രാജ്യദ്രോഹിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ രാജ്യദ്രോഹി പറഞ്ഞത് ഒരു ജൂനിയർ ഒരു വക്കീലിനെ എനിക്ക് വേണമായിരുന്നു. അവിടെയും തിരിച്ചടി. ഈ പെണ്ണുമ്പിളയെ കൊണ്ട് ഒരു കുന്തത്തിന് കൊള്ളത്തില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും കേസിൽ നല്ല സൂപ്പർ മറുപടി കോടതി കൊടുത്തിട്ടുണ്ട്. അതിതാണ് ശിരോവസ്ത്ര വിലക്ക്. കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന് ഉത്തരവിന് സ്റ്റേ ഇല്ല. സ്കൂളിന് ഹൈക്കോടതിയുടെ തിരിച്ചടി. അപ്പോൾ സ്കൂളിൻ്റെ ഹർജിയിൽ സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു തള്ള പോയി അതിനകത്ത് ചാടിയോ ദ വെരി നെക്സ്റ്റ് മൊമെന്റ് തന്നെ തീർന്ന്. ആ സ്കൂളുകാർക്ക് അത്ര ബോധമില്ലാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. ഏതായാലും ഇവരെയും തൂക്കി പിടിച്ചുകൊണ്ട് കിടക്കുന്ന ഹൈബി ഈഡനും ഇവരെ മാനേജരായി കൊണ്ട് കിടക്കുന്ന വീടി അണ്ണനും ഒന്നും പറയാനില്ല. നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ആരുടെ കുറ്റിയ, ആരുടെ ബീഡിയ, ആരുടെ സിഗരറ്റാ, എന്ത് വാഴയാണെന്ന് പറഞ്ഞാലും കേടിത്തള്ളയ്ക്ക് നല്ല അണ്ണാക്കി കൊടുത്തിട്ടുണ്ട് കോടതിയിൽ നിന്ന്. നല്ല രീതിയിൽ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഓടി അങ്ങോട്ട് കയറിയതാ ഇപ്പം അങ്ങ് സാധിച്ചു കൊടുക്കാന്നും പറഞ്ഞിട്ട്. ബോധവും പൊക്കണോ ഇല്ലാത്ത ഇതിനെയും ചുമന്നുകൊണ്ട് നടക്കുന്നവർക്കൊന്നും പറയാനില്ല. കാമിലേക്ക് എന്ത് കിട്ടി? എല്ലാം നുണയാണെന്നേ. ടു Z. ഇപ്പം നിങ്ങൾ ഇത്രയും മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ ഇടങ്ങളിലും നുണയ്ക്ക് കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ നടക്കുന്നത്. ഈ നമ്മൾ ഗോവിന്ദച്ചാമിയെ കൂടെ നിന്ന വക്കീലുണ്ടല്ലോ, അയാൾക്കുണ്ടായതിനേക്കാൾ മോശപ്പെട്ട രീതിയിലുള്ളൊരു മരണവും അവഗണന ഈ സ്ത്രീക്ക് അധിക ദിവസം ഇല്ലാതെ കിട്ടുക തന്നെ ചെയ്യും. കാരണം അത്രത്തോളം മോശപ്പെട്ട രീതിയിലാണ് ഇവർ അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ പോയി ചേരുന്നത്. എല്ലാം ക്രിമിനലുകളുടെ കൂടെയാണ്. ക്രിമിനൽ ലായറ എല്ലാം മോശപ്പെട്ട ആളുകളുടെ കൂടെയാണ്. ഒരു കുട്ടി പഠനത്തിന് വരുന്നു, അവളുടെ ഇഷ്ടത്തിലുള്ള ഒരു വസ്ത്രം ധരിച്ചിട്ട് വരുന്നു. അതിനകത്ത് അവൾ യൂണിഫോം നോ എന്ന് പറഞ്ഞിട്ടില്ല. അവളുടെ തലയിലുള്ള തട്ടം മാത്രമാണ്. അതിനെ നിക്കാവാക്കുന്നു, അവളെ ഒരു മുസ്ലിം കുട്ടിയാക്കുന്നു, അവളെ ആ രീതിയിൽ അവഹേളിക്കുന്നു, പിടിച്ചു പുറത്താക്കുന്നു. എന്നിട്ട് ഇതിനു വേണ്ടി നിൽക്കുന്നു. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചേ വരുവുള്ളൂ. ചില രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊടുത്തല്ലേ പറ്റുള്ളൂ. അവിടെ നിസ്കാരപ്പരയൊന്നും ആ കുട്ടി ചോദിച്ചില്ലല്ലോ. ഇസ്ലാമിയർക്ക് 5 ദിവസത്തെ നിസ്കാരം നിർബന്ധമാണ്. അവർ നിസ്കാരപ്പര ചോദിച്ചില്ലല്ലോ. ആ കുട്ടി തലയിൽ തട്ടം ഇടുക എന്നുള്ളത് അവരുടെ രീതിയാണ്. സിക്കന്മാരുടെ കുട്ടികൾ ഇട്ടിരിക്കുന്നില്ലേ, അത് നിഷേധിക്കാൻ പറ്റുമോ? അല്ല, നീ അപ്പറ്റത്തിൽ അത് തുറന്നു വെച്ചോണ്ട് വന്നു പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? അവർ തലയിൽ ആ മേൽക്കെട്ട് കെട്ടിയിട്ടേ വരുള്ളൂ. ആ കുഞ്ഞുങ്ങൾ അങ്ങനെ വിലക്കാനൊക്കത്തില്ല. അവർക്കത് ശീലമാണ്. ഇപ്പം നമ്മൾ സ്കൂളുകളിൽ കുട്ടികൾ കുറച്ച് മുടി വളർത്തിയാൽ പോലും അവർ വിളിച്ചിട്ട് കട്ട് ചെയ്യിപ്പിക്കും ആൺകുട്ടികളെ. അവിടെ ആൺകുട്ടികളും തലക്കെട്ട് കെട്ടിക്കൊണ്ട് അവരുടെ മുടി വളർത്തിക്കൊണ്ടാണ് വരുന്നത്. അത് ഓരോരുത്തരുടെ രീതിയാണ്. ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ സമൂഹത്തിൽ പല നാനാത്വത്തിൽ ഏകത്വമാണ്. പല ജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു ഇടമല്ലേ. ആ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നതിന് പകരം അതൊരു വലിയ ഇഷ്യൂ ആക്കുക മാത്രമല്ല, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇവിടുത്തെ രാജ്യത്തെ ഇതിനെക്കാട്ടി മേളിൽ എന്നുള്ള രീതിയിൽ ഇതൊരു രാഷ്ട്രീയമായ ഒരു സംഗതിക്ക് ഇട്ടുകൊടുത്ത് ആ പറഞ്ഞ രക്ഷിതാവിനെ പോലും വിളിച്ച് കോംപ്രമൈസ് ചെയ്യിപ്പിച്ച് ഇത് ജാതി മതസ്പർദ്ധ ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും, 2 കൂട്ടർ തമ്മിൽ അടി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞാൽ അയാളെ കൊണ്ട് തിരുത്തി പറയിച്ച് ഇതില്ലാത്ത പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ സ്കൂൾ അധികൃതരാണ്. അതിന് കാരണം എന്താണെന്നറിയാം? ഇവള് പോയി കൊടുത്ത സപ്പോർട്ടാണ്. ഇപ്പം എന്തായി? കോടതിയിൽ നാണം കെട്ടു. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നാണം കെട്ടു ആ സ്കൂൾ. അത്രയേ ഉള്ളൂ. അതത്രേ നടക്കുള്ളൂ. അയാൾ DC വാങ്ങുകയും ചെയ്തു. അയാൾക്ക് വേണ്ട. അയാൾക്ക് തങ്ങളെ കുട്ടികളെ അവിടെ പഠിപ്പിക്കേണ്ട. ആദ്യം കോംപ്രമൈസ് ചെയ്തിട്ട് പിന്നെ അയാളെ കളിയാക്കുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അയാൾക്ക് തിരിച്ചറിവുണ്ടായി. ഈ ഹൈബി ഇടന് ചെക്കിട്ടത്തൊരടിയാണ് സത്യം പറഞ്ഞാൽ കോടതി ഇതിനോടൊപ്പം കൊടുത്തത്. ഈ അവരേർപ്പാട് ചെയ്തതല്ലേ ഈ സ്ത്രീയെ. ഈ തള്ളക്കിട്ട് കിട്ടുമ്പം അയാൾക്കിട്ട് കിട്ടിയതുപോലെ തന്നെയാണ്. കുറച്ചൊക്കെ ബോധവും വിവരവും അല്പം മൂളയും വേണം. അതില്ലാത്തത് കൊണ്ടാണ്. ഇപ്പം നമുക്ക് എനിക്കെതിരെ എന്ന് പറഞ്ഞാൽ വമ്പൻ ആക്രമണമായിരുന്നു. ഈ കോടതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഇവർ ജയിക്കത്തില്ല. കാരണം അവിടെ വേണ്ടത് തെളിവുകളാണല്ലോ. ഞാൻ തെളിവുകൾ സബ്മിറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പം ജാമ്യതയുടെ കേസിലും അങ്ങനെ തന്നെയാണ്. അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കളവാണ് ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. ഓൺലൈൻ ജേർണലിസ്റ്റാണ് ഞാൻ. എനിക്കിത് സബ്മിറ്റ് ചെയ്താൽ തന്നെ ഈസി ആയിട്ട് കാര്യം തീരും. എനിക്ക് കോടതിയിൽ നിന്ന് ഓൺലൈൻ ജേർണലിസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചത് തള്ളയാണ്. ഈ കേടി തള്ളയ്ക്ക് ഭ്രാന്താണ്. ഇതിനെ കൂട്ടുപിടിക്കുന്നവരൊക്കെ ഇത് തന്നെയായിരിക്കും ഗതി എന്നുള്ളത് തർക്കമേ വേണ്ട. തോറ്റു തുന്നം പാടി അണ്ണാക്കി പിരിവെട്ടി കയറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അതാണ് സത്യം. വല്ല കാര്യം ഉണ്ടായിരുന്നു ആ സ്കൂളുകാർക്ക്? ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇനി കിടക്കുന്നതല്ലേ നാണം കെടാനായിട്ട്. സ്റ്റേറ്റിൽ ഭരിക്കുന്ന ഒരു പാർട്ടി
അത് മാത്രവുമല്ല വിദ്യാഭ്യാസ മന്ത്രിയാണ്, അതിൻ്റെ മേൽ തലതൊട്ടപ്പനാണ് അദ്ദേഹം തന്നെ, അങ്ങനെ തന്നെയാണ്. അപ്പം അദ്ദേഹം ഒരു കാര്യം അങ്ങോട്ട് പറയുകയാണ്, അവരെ അങ്ങ് അനുവദിക്കൂ, അതങ്ങ് ഇഗ്നോർ ചെയ്യൂ എന്ന് പറയുമ്പോൾ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ധാർഷ്ട്യമുണ്ടല്ലോ, അത് 32% വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് മറുപടി കൊടുക്കുകയാണ് വേണ്ടത്. അത് പക്ഷെ നമുക്ക് പുറത്ത് പറയാം. കോടതി മുറിയിൽ ചെന്ന് നിന്നിട്ട് ആ ഹിന്ദു കൊച്ചാണേ, അത് മുസ്ലിം കൊച്ചാണേ, അതാണ് പറഞ്ഞത്. കോമൺ സെൻസിലെ ഈ സ്ത്രീക്ക് എവിടെ എന്ത് പറയണമെന്ന് ഈ സ്ത്രീക്ക് അറിയത്തില്ല. അതിൻ്റെ പരിണിത ഫലം കോടതി നല്ലോണം അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഈ തള്ളക്ക് ഇങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ കാമിതയും വളർന്നുകൊണ്ട് കിടന്ന് കാമിത എന്താ ചെയ്തേ? കാമിത പച്ച തെറിയ എന്നെ വിളിച്ചേ. ഒരു കുഞ്ഞിനെയും അമ്മയെയും ചേർത്ത് പറയാൻ പാടില്ലാത്ത മ്ലേച്ഛ വർത്തമാനം പറഞ്ഞ സ്ത്രീക്ക് സപ്പോർട്ട്. ഇവരുടെ മകനുമായിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ അത്തരത്തിലുള്ള സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത്. നമ്മൾക്ക് ഇഷ്ടമില്ലാത്തപ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു മേഖലയാണ് അത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ചിന്താധാര ഉണ്ടെന്നല്ലേ അർത്ഥം. അത്ര തന്നെയാണ്. പിന്നെ VD സതീശൻ്റെ മാനേജരാണെന്ന് പറയുന്നുണ്ട്. അയാൾ ഇതുവരെ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയാണ്. വായ തുറന്നൊന്നും പുറത്തോട്ട് പറയാൻ പറ്റുന്നില്ല. പ്രതിപക്ഷ നേതാവാണ്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഈ നല്ല സ്ക്രൂ കയറ്റിയിട്ട് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണൻ എന്ന് കയറിയിരിക്കുന്ന തിരുമൂന്തയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം, എന്താണോ ഏതാണോ. എന്തായാലും നല്ല കോമഡി ആയിട്ടുണ്ട്. ഇവർ കൊണ്ടുവന്ന് അവിടെ വെച്ചപ്പോൾ തന്നെ മനസ്സിലായതാണ് ഒരു കുന്തവും നടക്കാൻ പോലുള്ള ഈ പരട്ടത്തള്ള ഇത് കൊണ്ടുപോയി കുളമാക്കും എന്നുള്ളത്. നന്ദി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.